Hi guys, എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ആൻഡ് ഐ ജെനുവിൻലി ഫീൽ ദിസ് വിൽ ഗോ സക്സസ്ഫുൾ. ഒരു കഴിവുമില്ലാത്ത എനിക്ക് ഇതിലെങ്കിലും പച്ച പിടിക്കണം നല്ല ആഗ്രഹമുണ്ട്. സോ ആൾക്കാർക്ക് ലൈക്ക് ചെയ്യാൻ വരെ പിശുക്കാണ്. പ്ലീസ് ലൈക്ക് ചെയ്യും. ഞാൻ മുന്നേ ഒന്നും ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാണും സ്ക്രോൾ ചെയ്യും. പക്ഷേ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഓരോരുത്തർക്കും ഒരു ലൈക്ക് കൊണ്ട് എത്ര എഫക്റ്റ് ഉണ്ടാവും എന്നുള്ളത് അറിയണം. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പം ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്, എവറിഡേ മേക്കപ്പ് ലുക്ക്. ഞാൻ കോളേജിലേക്കൊക്കെ ഓൾമോസ്റ്റ് പുട്ടിയടിച്ച പോലെ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഡു ദാറ്റ്. പുട്ടിയടിക്കാൻ ഇഷ്ടമാണെങ്കിലും കോളേജിലേക്കൊന്നും പുട്ടിയടിച്ച് പോയത് വൃത്തികേടാണ്. സിമ്പിളായിട്ട് പോവുക, സിമ്പിളായിട്ട് നല്ല ഭംഗിയിൽ പോവുക, അതാണ് നമ്മുടെ മോട്ടീവ്. ഇന്നത്തെ വീഡിയോയിൽ അതാണ് മോട്ടീവ്. ഞാൻ തപ്പി തടയുന്നെങ്കിൽ പ്ലീസ് ക്ഷമിക്കണം. ഞാൻ ബ്രേസസ് ഇട്ടിട്ടുണ്ട്. സോ അറിയാലോ, എല്ലാ കോളേജിലും എ സി ഉണ്ടാവണമെന്നില്ല. ഫാനും കൂടി ഉണ്ടാവണമെങ്കിൽ ഭാഗ്യം ചെയ്യണം. ഞാനൊക്കെ കോളേജിലാവുമ്പോണ്ടല്ലോ ഫാനിന്റെ അടിയിൽ കിട്ടാൻ ഫ്രണ്ട് ബെഞ്ചിൽ പോയിരുന്നുണ്ട്. കാരണം മേക്കപ്പ് അടിച്ചു പ്രശ്നമാണ്. എന്റെ ഭയങ്കര ഓയിലി സ്കിന്നാണ്, ഭയങ്കര സ്വെറ്റിയാണ്. ഞാൻ വെറുതെ ഇരുന്ന് ഇപ്പൊ തന്നെ ഞാൻ സ്വെറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടപ്പോഴൊക്കെ അങ്ങനെ എണ്ണമയം ഓയിലിയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന സൗണ്ട് പ്ലീസ് ക്ഷമിക്കുക. അടുത്ത പ്രാവശ്യം ഞാൻ സെറ്റാക്കാം. എൻ്റെ ഒരു മൈക്കില്ല, എനിക്ക് ബാക്ക്ഗ്രൗണ്ടിലത്തെ സൗണ്ട് എഡിറ്റ് ചെയ്ത് കളറിയില്ല. തുടങ്ങിയിട്ടുള്ളൂ ഞാൻ. സോ കാണുന്നവരൊന്ന് ക്ഷമിക്കുക, നമുക്കത് ഫ്യൂച്ചറിൽ സെറ്റാക്കാം. എന്നെ പോലെ ഇങ്ങനെ എക്സ്ട്രീംലി സ്വെറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെ ആൾക്കാർ പുറത്ത് പോകുമ്പോൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, സൺസ്ക്രീൻ മാത്രം ഇട്ടാലും മതിയാവും. മേ ബി എക്സ്പീരിയൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള സ്കിൻ കെയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ പറയും ചിലപ്പോൾ തെറ്റാണെന്ന്. ബട്ട് എനിക്ക് പ്രാക്ടിക്കലായി തോന്നിയത് ആ കാര്യം. കാരണം കുറേ ഇട്ടിട്ട് കാര്യമില്ല, ഇട്ടത് കറക്റ്റായിട്ട് നിൽക്കണ്ടേ. സൺസ്ക്രീൻ എന്തായാലും റീഅപ്ലൈ ചെയ്യേണ്ടി വരും. ഞാനൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. അതിന്റെ എഫക്റ്റ് ഉണ്ടാവും. എന്തായാലും എനിക്ക് നല്ലൊരു സൺസ്ക്രീൻ, കുറച്ച് എക്സ്പെൻസീവ് ആയാലും നമ്മളത് മോയ്സ്ചറൈസറിനും ഞാൻ അതിന്റെ അടിയിലുള്ള കാര്യങ്ങളിനെയൊക്കെ സ്കിപ്പ് ചെയ്തിട്ടാണ് ഈ സൺസ്ക്രീൻ ആയിരുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് നല്ല സൺസ്ക്രീൻ യൂസ് ചെയ്യാം. ഞാൻ ഈ സെറ്റാക്കിയതിന്റെ മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. എനിക്ക് കുറച്ച് വെപ്രാളം കൂടുതൽ. അപ്പം ഞാൻ ഇതെടുത്തു നോക്കുമ്പോൾ ഇത് ഓയിലി സ്കിന്നിനുള്ളതല്ല, അത് കോമ്പിനേഷൻ സെൻസിറ്റീവ് ആൻഡ് നോർമൽ സ്കിന്നിനുള്ളതാണ്. ഇപ്പം ഞാൻ ഇതും പിന്നെ ഈ ഒരു ജോവിസിന്റെ ലിപ്പം നല്ലത് അങ്ങനെയൊന്നുമില്ല, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ ആകെ അത് രണ്ടെണ്ണം ഇട്ടിട്ടുള്ളൂ കേട്ടോ. പുറത്ത് പോകുമ്പോൾ ഞാൻ മോയ്സ്ചറൈസർ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, ഈ സാധനമൊന്നും യൂസ് ചെയ്യില്ല. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് 6 months ആയിട്ടുള്ള വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ എൻ്റെ സ്കിന്ന് കുറച്ചും കൂടി ഹെൽത്തിയാണ്. ഇനിയിപ്പോൾ പുറത്ത് പോയാൽ തുടങ്ങിയാലാണ് ടാന്, ഡേർട്ട്, പിമ്പിൾസ് എനിക്ക് മുന്നേ ഉണ്ട്. കാരണം ഓയിലി സ്കിന്നാണ്, ഇറ്റ്സ് പ്രഡിക്റ്റബിൾ. അപ്പോൾ ഇപ്പം അതൊക്കെ ഒന്ന് ഹീലായി ഒന്ന് ട്രീറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇനി പുറത്ത് കോളേജിൽ പോകാൻ തുടങ്ങിയാൽ കഴിഞ്ഞു, സോവ്. ഞാൻ ഇതേപോലെയും കൂടി ആവില്ല, കാണാൻ വൃത്തികേടായിരിക്കും. ഞാനിത് കുറച്ച് എസ്തെറ്റിക് ആക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ ഞാൻ എസ്തെറ്റിക്കിൻ്റെ അടുത്തു കൂടെയും കൂടി പോയില്ല. എനിക്കങ്ങനെ ഭയങ്കര എസ്തെറ്റിക് ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര ഇത് തോന്നും കേട്ടോ, ക്യൂരിയോസിറ്റി തോന്നും. എനിക്കങ്ങനെ ആവാൻ പറ്റുന്നില്ല. അപ്പം ആദ്യം തന്നെ കൺസീലർ. നമ്മുടെ മുഖത്ത് നിറയെ പാടുണ്ടാവും. ക്ലിയർ സ്കിന്നായിട്ട് കിട്ടണമെങ്കിൽ അത്രയും ലക്കി ഏരിയണം, അല്ലെങ്കിൽ അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. നമ്മൾ സാധാരണക്കാരെ നടക്കില്ല. അപ്പോൾ നല്ലൊരു കൺസീലർ യൂസ് ചെയ്ത് അത്ര നല്ലതാണെന്ന് ഞാൻ പറയില്ല. കുറേ നല്ല മാർക്കുള്ളവർക്കൊന്നും കാര്യം ഉണ്ടാവില്ല. കാരണം എനിക്ക് ചിക്കൻ ബോക്സ് വന്നിരുന്നു. എൻ്റെ സ്കിന്ന് ക്ലിയർ ആയി വരുന്ന ടൈമിലാണ് എനിക്ക് ചിക്കൻ ബോക്സ് വന്നത്. ഞാൻ ഡിപ്രഷൻ അടിച്ച് ചാവേണ്ടതാണ് ശരിക്കും. എൻ്റെ മുഖത്തും ഇപ്പോഴും എൻ്റെ ബോഡിയിലുള്ള മാർക്സ് ഒന്നും മാറിയിട്ടില്ല. ഡോക്ടറെ കാണിച്ചിട്ടാണ് അതിനുള്ള മാർക്സ് ഒക്കെ കുറഞ്ഞത് മുഖത്തൊക്കെ. അപ്പോൾ കുറയാൻ തുടങ്ങിയപ്പോഴാണ് ഇത് യൂസ് ചെയ്താൽ ഫേസ് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നത്. അതിന് മുന്നേ ഒന്നും ഇത് യൂസ് ചെയ്ത വലിയൊരു എഫക്റ്റ് ഒന്നും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ മുടി എക്സ്ട്രീംലി ഗ്രീസി ആയി വരുന്നുണ്ട്. എനിക്ക് ഫാൻ ഇടാൻ പറ്റില്ല. ഫാൻ ഇട്ടാൽ സൗണ്ട് കുളാവും. എ സിയിലുള്ള റൂമിൽ പോയിരിക്കാൻ പറ്റില്ല, ബിക്കോസ് അവിടെ ലേറ്റ് ഇല്ല. എനിക്കൊരു നല്ല ലേറ്റ് വാങ്ങണം ഗൈസ്. നിങ്ങളൊക്കെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്താലാണ് എനിക്ക് അറ്റ്ലീസ്റ്റ് എൻ്റെ കാര്യം നടക്കാനെങ്കിലുള്ള കാശ് കിട്ടും. വേറെ ഒരു പഠിക്കാൻ എന്നെ മന്ദത്തിയാണ്. ഫുള്ള് കവറിയാവല്ലാത്ത കവറൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ, അത്രേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ ക്രീമൊന്നും യൂസ് ചെയ്യാതെ കൺസീലർ വെച്ച് പാടുണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് ഇവിടെ പാട്, ബാക്കിയുള്ള സ്ഥലം പിന്നെ മേക്കപ്പ് വേണുമ്പോൾ മേക്കപ്പ് ഇഷ്ടമുള്ളവർ താടി, മീശ, കൃതാവ് ഇതൊക്കെ മാക്സിമം പഠിക്കാൻ നോക്കുക. എനിക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ഷേവ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ ഇവിടെയൊക്കെ കോൺഫിഡൻസിന് സമ്മതിക്കണം. എനിക്കത്ര കോൺഫിഡൻസ് ഇല്ല കേട്ടോ സത്യം പറഞ്ഞാൽ. എനിക്കിടയ്ക്ക് തോന്നുന്ന ക്ലാസ്സിലെ ചെക്കന്മാരെയൊക്കെ കൂടുതൽ താടി, മീശ എനിക്കുണ്ടെന്ന്. എനിവേസ്, എൻ്റെ അമ്മ പറഞ്ഞിരുന്നു ഞാൻ ജനിക്കുമ്പോൾ കരടീനെ പോലെ ഉണ്ടായിരുന്നു. അത്രയും ഫേഷ്യൽ ഹെയറും അങ്ങനെയായിരുന്നു. വാട്ട് ഇസ് ദിസ്, മൈ ഗോഡ്. മേക്കപ്പ് ഇടാതെയും ഇട്ടിട്ടും അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് കോളേജിലേക്ക്. ഞാൻ അതുകൊണ്ട് മേക്കപ്പ് ചെയ്യുന്നത് ഇൻസെക്യൂരിറ്റി കൊണ്ടല്ല, മനസ്സിലായോ? മേക്കപ്പും ഇൻസെക്യൂരിറ്റിയും ഇസ് ക്വൈറ്റ് ഡിഫറെൻറ്റ്. മേക്കപ്പ് ചെയ്യുന്ന നമുക്ക് 10 രൂപ ഉണ്ട് നമ്മുടെ കയ്യെങ്കിൽ അത് നമുക്ക് 15 രൂപയാക്കാനുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ നമ്മളത് ആക്കാൻ നോക്കില്ലേ, അത്രേ ഉള്ളൂ. ഇപ്പം ഇത്ര സൗന്ദര്യം ഉണ്ട്, അപ്പോൾ ഒന്നും കൂടി എൻഹാൻസ് ആക്കാനല്ലേ. പൊതുവേ ഹ്യൂമൻ ബീങ്സ് നമ്മൾ ഇരിക്കണതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യത്തിലേക്കാണ് എയിം ചെയ്യുക. അപ്പം ഞാനും അങ്ങനെ എയിം ചെയ്യുള്ളൂ. ഇറ്റ്സ് നോട്ട് ബിക്കോസ് എനിബഡി ഈസ് ഇൻസെക്യൂർ. ഓക്കെ, നമുക്ക് ഐലൈനർ വെച്ച് കണ്ണെഴുതാം. ഞാൻ വിങ്സ് മാത്രമേ ജസ്റ്റ് ഒന്ന് ഡോണ്ട് മേക്ക് ഇറ്റ് ഒബ്വിയസ്. നമ്മൾ മേക്കപ്പ് ചെയ്തെന്നൊന്നും ബാക്കിയുള്ളതൊക്കെ തോന്നാൻ പാടില്ല. ദൂരത്ത് നിന്ന് കാണും കേട്ടോ, അടുത്തുനിന്നൊക്കെ എന്തായാലും തോന്നും.
മുന്നേ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മ എത്ര കൺമഷി ഐലൈനറും പാവം അമ്മയച്ഛന് ചെലവാണ് ഇതൊക്കെ. എന്നിട്ട് എന്തെങ്കിലും കോണുണ്ടാവോ? അതുമില്ല, കരിവാളിച്ച്. ഡോണ്ട് ഡു ദാറ്റ്. പിന്നെ ഒരു ലിപ് ലൈനർ, ഇതിനൊക്കെ ഇത് എത്ര 100 രൂപ, 99 രൂപ ഉള്ളൂ. ഇത് ഇതിൻ്റെയാണ്, മാൾസിൻ്റെ ആണ്. ഡാർക്ക് ആയിട്ട് ലിപ് ലൈനേഴ്സ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലത്. സെയിം കളറിൽ നമ്മുടെ സ്കിൻ ടോൺ രസം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഡാർക്ക് ഇട്ടാൽ എസ്പെഷ്യലി ബ്രൗൺ പോലത്തെ ഷെയ്ഡ്സ് ഇട്ടാൽ നമുക്ക് ഓൾമോസ്റ്റ് ഏത് ലിപ്സ്റ്റിക്കിന് യൂസ് ചെയ്യാം. എനിക്കൊരു ലിപ് ലൈനർ ഉള്ളൂ കേട്ടോ. ഫസ്റ്റ്ലി ഐ ക്യാൻ അഫോർഡ് മോർ ദാൻ വൺ. നല്ല രീതിക്ക് ലിപ്പ് ലൈൻ ചെയ്യാം, അപ്പോൾ തന്നെ നല്ല ഭംഗിയ കാണാൻ. ലിപ് ലൈനർ യൂസ് ചെയ്യാതെ ലിപ്സ്റ്റിക് ഇടുന്നവരുണ്ട്, എനിക്കറിയണം. ബട്ട് ഒരു ഡെഫിനിഷൻ വരണമെങ്കിൽ നന്നായിട്ട് ലിപ് ലൈൻ ചെയ്യണം. യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എ ടിപ്പ് ഫ്രം യുവർ ബിഗ് സിസ്റ്റർ. എനിവേസ്, ഒരു ടിൻ്റാണ് കേട്ടോ. ഇതിന് ഞാൻ 760 സംതിങ്ങിനാണ് വാങ്ങിയത്. ഇത് ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. കാരണം എനിക്ക് ഓൺലൈനിൽ ലിപ്സ്റ്റിക്ക് വാങ്ങാൻ ഫസ്റ്റ് ഓഫ് ഓൾ പേടിയാണ്. ബിക്കോസ് നമ്മുടെ സ്കിന്നിന് മാച്ച് ആവണമെന്നില്ല. നമ്മൾ അത്രയും വില കൊടുത്ത് വാങ്ങുന്നതല്ല. അപ്പം അറ്റ്ലീസ്റ്റ് ചിലപ്പോൾ അതിൽ കാണിക്കുന്ന ഷെയ്ഡ് തന്നെ ആയിരിക്കില്ല നമുക്കത് വരുമ്പോൾ. അപ്പോൾ എനിക്ക് അതിനോട് താല്പര്യമില്ല. അപ്പം ഞാൻ എപ്പോഴും ഷോപ്പിൽ പോയിട്ട് ഒന്ന് സ്വാച്ച് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. എൻ്റെ വാമായിട്ടുള്ള അണ്ടർടോൺ. അപ്പം എനിക്ക് ഓറഞ്ച്, ഞാൻ ഓവറായിട്ട് കഥ പറഞ്ഞ ലെങ്ത് കൂട്ടില്ല. നമുക്കൊക്കെ അറ്റൻഷൻ സ്പാൻ കമ്മിയാണ്. സോ എനിക്ക് ഷോർട്സ് ഇടുമ്പോൾ തന്നെ ഉണ്ടല്ലോ 1 മിനിറ്റിൽ കൂടുതലാകുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. അല്ലെങ്കിൽ മനുഷ്യൻ പകുതി പോലും കാണാതെ ഇത് കഴിഞ്ഞാലോ. ഒരു ഓൾ ഇൻ വൺ ആണ് കേട്ടോ എൻ്റെ വാം അണ്ടർടോൺ. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് പീച്ച്, പിന്നെ ഓറഞ്ചിഷ് കളേഴ്സ് ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു കോറൽ ഷെയ്ഡ്സ് ഒക്കെ ഇടുമ്പോഴാണ് എൻ്റെ ഫേസ് ബ്രൈറ്റ് ആവുള്ളൂ. ഞാൻ ഡാർക്ക് കളേഴ്സ്, ട്രെൻഡിങ് ആയിട്ട് ബ്രൗണിഷ് ഷെയ്ഡ്സ് ഒക്കെ ആണല്ലോ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കാൻ. അപ്പോൾ ഈ ബ്രൗൺ ഷെയ്ഡ്സ്, എനിക്ക് ബ്രൗൺ ഷെയ്ഡ്സ് യൂസ് ചെയ്യാൻ താല്പര്യമില്ല. അപ്പം ഞാനെന്നെ വാങ്ങി. ബട്ട് അതെനിക്ക് ഇട്ടിട്ട് എൻ്റെ ചുണ്ട് കനുള്ള ചുണ്ടൊന്നുമല്ല, ബട്ട് അത് ഇടുമ്പോഴേക്കും ഇങ്ങനെ പരന്ന പോലെ. ചിലപ്പോൾ അത് നമ്മൾ അമേരിക്കക്കാരെ കാണില്ലേ, അവർക്കൊക്കെ അത് ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവം. പക്ഷെ എനിക്കതൊരു മാച്ച് ആവണില്ല. ഭയങ്കര തള്ള ലുക്ക്, അല്ലെങ്കിലേ തള്ള ലുക്കാണ്. ബിക്കോസ് ഐ മീ ചബ്ബി പേഴ്സൺ. ആ ചബ്ബി പേഴ്സൺ ഇതാക്കല്ല. എനിവേസ് കുറച്ച് നമ്മൾ പ്രായം തോന്നിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതപ്പോൾ ഞാൻ അവിടെ ഒഴിവാക്കി. ഈവൻ ദോ ഐ ലൈക്ക് ബ്രൗൺ ലിപ്സ്റ്റിക്സ്. അപ്പോൾ നമുക്ക് എല്ലായിടത്തും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ മൂക്കിലേക്കും ഇവിടത്തേക്കും ഇത് ഭയങ്കര ഷിയർ ആയിട്ടേ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ ശരിക്കും കുറേ ആയിരിക്കുന്നു, പക്ഷെ ഇത് കുറേ ആവുകയില്ല. എത്ര ഇട്ടാലും ആവില്ല. ഇടയ്ക്ക് എനിക്ക് ദേഷ്യം വരും. കാരണം നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയണ്ടേ, അതും അറിയില്ല. ഭയങ്കര ഇഷ്ട കണ്ട സ്കിന്നിൻ്റെ അതേപോലെ നിൽക്കും, ഭയങ്കര മാറ്റായിട്ട് നിൽക്കും. ലൈക്ക് ദാറ്റ്. ഇപ്പം നമ്മൾ ശരിക്കും ഓവറായിരുന്നു. ഇല്ല, ഓവറായിട്ടില്ല. ക്യാമറയിൽ മാത്രമാണ് ഓവറായിട്ടുള്ളൂ. സോ അങ്ങനെയൊന്നും വിചാരിക്കരുത്. പിന്നെ ഈ ഐലൈനർ എഴുതുന്നതിന് മുന്നേ ഈ പരിപാടിയൊക്കെ കാണിച്ചാൽ ഐലൈനർ മായാതെ കിട്ടും. ഓൾവേസ് മേക്ക് യുവർ ഐസ് പോപ്പ്. പാലിട്ട് എഴുതണ കാര്യമില്ല. കണ്ണിന് ജീവനുള്ള പോലെ കണ്ണെഴുതണം, അല്ലാതെ ഇങ്ങനെ കഥകളി പോലെ ഇല്ല. ഐ മീൻ, ഞാൻ അങ്ങനെ എഴുതണവരെ കുറ്റം പറയില്ല. ബട്ട് അത് ഔട്ട് ഓഫ് ട്രെൻഡാണ്. നമ്മൾ ട്രെൻഡിന് പിന്നാലെ പോകരുതെന്നൊക്കെ പറയും. ബട്ട് ഒരു നാടൻ ലുക്കിലൊക്കെ ഓക്കെ ആണെങ്കിൽ ശരി, ഓക്കെ, ഇറ്റ് ലുക്സ് ബ്യൂട്ടിഫുൾ. ബട്ട് ചിലർ ജീൻസൊക്കെ ഇട്ടിട്ട് അങ്ങനെ കണ്ണെഴുതും. ജെനുവിൻലി പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്നതാണ്. കണ്ണ് എഴുതാതെ വന്നാലും ജീൻസ് ഇട്ടാൽ യു ലുക്ക് കൂൾ. അപ്പോൾ കണ്ണൊക്കെ അങ്ങനെ വിരിച്ച് വരെ എഴുതുമ്പോൾ ഞാൻ തോന്നാറുണ്ട് കേട്ടോ. ഇറ്റ്സ് പേഴ്സണൽ ഒപ്പീനിയൻ, ആരും ഒഫൻഡഡ് ആവണ്ട പ്ലീസ്. ഞാനും ഒരു കാലത്ത് അങ്ങനെ ജീൻസ് ഇട്ട് കണ്ണ് വലിച്ച് വരെ എഴുതിയിട്ടൊക്കെ പോയിട്ടുണ്ട്. ഇപ്പം എനിക്ക് ആ ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് വാട്ട് വാസ് ഐ. നിങ്ങൾക്കറിയാൻ ഈ ഷർട്ട് ഇട്ട്, ഇതൊരു നൈറ്റ് വെയർ ആണ് തോന്നുന്നു, ഈ ഷർട്ട് ഇട്ടിട്ട് കണ്ട ഒരു ബന്ധമില്ലാത്തൊരു എഴുത്താണിത്. ഇതിട്ട് ഞാൻ കോളേജിൽ പോയിട്ടുണ്ട്. എനിക്ക് ഫുൾ സ്ലീവ്സ് ഇഷ്ടമാണ്. അപ്പോൾ ഫുൾ സ്ലീവ്സ് എനിക്കിത് മാത്രമേ ഉള്ളൂ. സോ വേറെ എടുത്തു തരാനിട്ടൊന്നുമില്ല. ഇനി ചിലപ്പോൾ ഈ വീഡിയോ അമ്മ കണ്ടപ്പോൾ ഞാൻ തല്ലും, ഡ്രസ്സില്ല എന്നിട്ട് ഞാൻ ഇട്ട് പോയിന്ന്. അങ്ങനെയല്ല, പക്ഷെ എനിക്ക് ചില ദിവസം നമുക്കൊരു ചേഞ്ച് ഒക്കെ തോന്നുമല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ ഇതിട്ട് പോയി. എനിക്ക് കുറച്ച് ട്രോളൊക്കെ കിട്ടി ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് ഈ ഒരു എഴുത്തുകാരനും. ബിക്കോസ് ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ്. ഈ കാലത്ത് എല്ലാവരും അടിപൊളിയായി ഡ്രസ്സ് ചെയ്യും. സോ നിങ്ങൾ അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഡ്രസ്സൊന്നും ആരെയും ജഡ്ജ് ചെയ്യില്ല. ബട്ട് ഇറ്റ് ലുക്സ് ഗുഡ്. ഇഫ് യു ക്യാൻ ഡു ഇറ്റ്, യു ഷുഡ് ഡു ഇറ്റ്. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ കണ്ടാ ഫേസ് ജസ്റ്റ് ലുക്സ് ഗുഡ്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് വീട്ടിൽ നിന്ന് മേക്കപ്പ് ചെയ്തിട്ട് എവിടേക്കും പോവാതിരിക്കുന്നുണ്ടല്ലോ. ഈ സാധനമൊക്കെ വേസ്റ്റേജ് ആണ്, ഈ പ്രോഡക്ട്സിൻ്റെ വേസ്റ്റേജ് ആണ്. എനിക്ക് പൈസ ഇങ്ങനെ വേസ്റ്റ് ചെയ്യാം. ഇതാണ് അറിയാത്തവർക്ക് കേളർ. നമ്മൾ കണ്ണിൽ വെച്ചിട്ട് ഇത് കാണുമ്പോൾ പേടിയൊക്കെയാവും, പക്ഷെ പ്രോപ്പറായിട്ട് വെച്ചില്ലെങ്കിൽ നല്ല വേനുണ്ട്. എനിക്ക് വേനുണ്ടായിട്ടുണ്ട്. ഇത് പൊഴിഞ്ഞിട്ടൊന്നും ആരും ഒന്നും പറയരുത്. ഇത് പതുക്കെ ചെയ്യാം. ഇതിന് റബ്ബർ ഉണ്ട് ഇവിടെ, ആ റബ്ബർ വെച്ചിട്ട് ചെയ്യാം.
ദൈവം എനിക്ക് കുറച്ച് ബുദ്ധി കമ്മിയാണ് തന്നെങ്കിലും അത്യാവശ്യം നല്ല ഐലാഷസ് തന്നിട്ടുണ്ട്. ഐലാഷസും പിരികും ഭഗീരഥമില്ലയുടെ പോലെയാണ്. നാലും ഞാൻ ഇതുവരെ ത്രെഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഫ്ലെക്സ്, ഐ കൺസിഡർ ഇറ്റ് ആസ് എ ഫ്ലെക്സ്. ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല, പക്ഷെ ത്രെഡ് ചെയ്ത പോലെ ഇരിക്കുന്നത് അതാണ്. ഇപ്പോൾ ലാഷസ് ഇത്തിരി കമ്മിയാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ വളഞ്ഞ് നിൽക്കാത്ത ലാഷസ്, ചിലവരൊക്കെ അങ്ങനെ വളഞ്ഞിങ്ങനെ നിൽക്കും. എൻ്റെ വളഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ ഇങ്ങനെ ബ്രഷ് അല്ല കുറച്ച് ബുഷിയായിട്ട് നിൽക്കും. ഈ മസ്കാരയൊക്കെ കോളേജിൽ ഇട്ട് പോയിട്ടുണ്ടല്ലോ, ഭയങ്കര ഹെവി ആയിട്ടുള്ള ലുക്ക് വരും. ഞാനൊക്കെ ഇട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ തുടക്കത്തിലൊക്കെ പുട്ടിയടിച്ച് പോയിരുന്നു. തുടക്കത്തിലല്ല, സമയം കിട്ടിയാൽ ഞാൻ പുട്ടിയടിക്കും. പുട്ടിയടിച്ച് പോകാതിരിക്കാൻ നോക്കുക, കാരണം ചിലവ് നമ്മളെ ട്രോൾ ചെയ്ത് കൊല്ലും. ട്രോൾ ചെയ്ത് കൊന്നാലും നമ്മൾ തിരിച്ചെന്തെങ്കിലും പറഞ്ഞോണ്ട് നിൽക്കണം. എനിക്കത്ര ട്രോളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ, കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. എൻ്റെ ഫ്രണ്ട്സ് ചില കാര്യത്തിൽ നോക്കുമ്പോൾ എനിക്ക് അവരാലോചിക്കുമ്പോൾ, ഫ്രണ്ട്സ് അല്ല കേട്ടോ, ക്ലാസ്മേറ്റ്സ്, അവരിങ്ങനെ ജഡ്ജി ടൈപ്പൊന്നും അല്ല. ഭാഗ്യം. അപ്പം ഇതാണ് ബേസ് ആയിട്ട്. ഇനിയിപ്പോൾ ജീൻസ് ഇട്ട് പോവാണെങ്കിലും കുത്തിട്ട് പോവാണെങ്കിലും ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിലും ഇതും കൂടെ ചെയ്താൽ മതി. ഇപ്പം നമുക്ക് നാടനാക്കണം, ഒരു പൊട്ട്. ഇറ്റ്സ് ഓൾ ദാറ്റ് വി നീഡ്. കളിപ്പിക്കല്ലേ, എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല, 20%. എനിക്ക് മൂടുള്ളപ്പോഴാണ് ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഞാൻ നാച്ചുറലി ഇങ്ങനെ സംസാരിക്കുന്ന ടൈപ്പല്ല. സംസാരിക്കും, ബട്ട് ഇങ്ങനെ ക്യാമറ നോക്കി സംസാരിക്കുക അങ്ങനത്തെ ടൈപ്പ് നടങ്ങി. അപ്പോൾ എനിക്ക് അത് അങ്ങനെ ഒരു മൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. ഞാൻ ഒരു കമ്മലേ കൊടുത്തിട്ടുള്ളൂ. ഞാൻ 2 കമ്മലിൻ്റെ ദൂരം കാണാമല്ലോ. അപ്പം ഞാൻ ഈ കമ്മലിട്ടിട്ട് നാടനാക്കാനാണെങ്കിൽ പ്ലാനിങ് ഒരു ജിംക്കി, ഇങ്ങനെ 3 ജിംക്കിയൊക്കെ ഇട്ടിട്ട് പോകുന്നവരുണ്ട്. ഞാനും ഇട്ട് പോയിട്ടുണ്ട്. എനിക്കും ഇഷ്ടമാണ്. ഇപ്പം ആരും ആണെങ്കിൽ ഇടാം. ഇപ്പം റെഗുലർ ബേസിലൊക്കെ ആരും ജിംക്കിട്ട് പോകുന്നത് രസമാണ്. ഞാനും ചിലപ്പോൾ ഞാൻ ഇപ്പം ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഇട്ടിട്ടൊക്കെ പോകും. നമുക്ക് നിങ്ങളുടെ ഇഷ്ടമാണ്. ബട്ട് ഞാൻ എസ്തെറ്റിക് അല്ല, ഞാൻ പറഞ്ഞില്ലേ. ബട്ട് എസ്തെറ്റിക് ആയിട്ടുള്ള ഗേൾസിന് ശ്രദ്ധിച്ചാൽ അവരങ്ങനെ ഭയങ്കര ഹെവി ആക്കില്ല, ഭയങ്കര സട്ടിലായിട്ടാണ് അവർ ഡ്രസ് ചെയ്യുക. ബട്ട് സ്റ്റിൽ ദ ലുക്സ് വെരി ഗുഡ്. ഇനിയാണ് നമ്മളുടെ ലുക്കിനെ കോളാക്കാനും അടിപൊളിയാക്കാനും കഴിവുള്ള മെയിൻ ആയിട്ടുള്ള ആൾ വരുന്നത്. ദാറ്റ് ഈസ് ദിസ് ഹെയർ. നല്ലൊരു ഹെയർ കട്ട്. എനിക്ക് ഹെയർ കട്ട് ഇല്ല കേട്ടോ. ഞാൻ ഒക്കെ ഒരുമിച്ച് വെച്ചിട്ട് വെട്ടൊക്കെ ചെയ്തതായിരുന്നു. ബട്ട് എനിക്ക് മൂഡ് വരുമ്പോൾ അല്ലെങ്കിൽ ബോറടിക്കുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് തെറ്റിയ സപ്പോസ് അവരെന്നെ മൈൻഡ് ചെയ്യാതിരുന്നാൽ അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ എന്താ ഈ ബാങ്ക്സ് അങ്ങോട്ട് കട്ട് ചെയ്തിടും. എന്നിട്ട് കണ്ട വൃത്തിയില്ലാതെ കിടക്കണേ, അമ്മ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പാർലറിൽ പോയിട്ട് കട്ട് ചെയ്ത് എനിക്കൊരു ബാങ്ക്സ് കട്ട് ചെയ്ത് തന്നു. അത് കുറച്ച് ലെങ്ത് വെച്ചു. എനിക്ക് ഈ കട്ടൺ ബാങ്ക്സ് ഇല്ലേ അങ്ങനത്തെ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് സ്റ്റൈൽ ചെയ്യാനുള്ള ഒരു സാധനം എൻ്റെ ഇല്ല, എക്യുപ്മെന്റ്സ് ആണ്. മറ്റങ്ങനെ എന്താ പറയുക, ബ്ലോ ഡ്രയറോ അങ്ങനെ തിരിച്ചിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ആ സംഭവം എനിക്ക് വാങ്ങണമെന്നുണ്ട്, പേസ് ഇല്ല. സോ എല്ലാവരും വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. ഡു ഇറ്റ് ലൈക്ക് ചാരിറ്റി. നമുക്ക് 2 പേർക്കും ചിലവൊന്നുമില്ലല്ലോ, കുറച്ച് എനിക്ക് ലാഭം കിട്ടും, അത് കുഴപ്പമില്ല. ഞാൻ ഇത്രയും ടിപ്സ് പറഞ്ഞില്ലേ, അപ്പോൾ നിങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാലോ. കണ്ട മുടി കെട്ടിയ സുഹൃത്തിനാണ്, മുടി ഊരിയിട്ടപ്പോൾ കണ്ണാപ്പിടുക്ക്. എൻ്റെ മുടിയാണെങ്കിൽ എക്സ്ട്രീംലി ഫ്രിസ്സിയാണ്. ഇപ്പം അത് ഒന്ന് വൃത്തിയായിട്ട് വന്നു. ഇത്രയും നല്ല കോളേജ് പോകുന്ന ടൈമിൽ ഞാനൊന്ന് മുടി കളർ ചെയ്തത് ഗാർണിയറിൻ്റെ ആണോ അങ്ങനെ ഇതിൻ്റെ വനത്തിൽ വെച്ച് കളർ ചെയ്തു. കുറച്ച് തിക്കായിട്ട് കളഞ്ഞിരുന്നു മുടിയ, തിക്കാണ്. അപ്പോൾ കളർ ചെയ്ത് ഞാൻ സെക്കൻഡ് ഇയറിൽ എന്തെങ്കിലും വാശിക്ക് കയറി കളർ ചെയ്താണ്. അതുവരെ ഇതിനേക്കാൾ തിക്കുണ്ടായിരുന്നു, കുറച്ചും കൂടി തിക്കുണ്ടായിരുന്നു. എൻ്റെ അങ്ങനെ ബുഫിന് നിൽക്കുന്ന മുടിയാണ്, മീൻസ് ഒതുങ്ങി കിടക്കില്ല, അങ്ങനത്തെ മുടിയാണ് എൻ്റെ. അപ്പോൾ ആ മുടിയിൽ കുറച്ച് തിക്കുണ്ടെങ്കിൽ നല്ല തിക്ക് തോന്നിക്കും. അപ്പോൾ നല്ല തിക്ക് തോന്നിച്ചിരുന്ന മുടിയായിരുന്നു. പിന്നെ കളർ ചെയ്ത് കൊഴിഞ്ഞില്ല, ബ്ലീച്ച് ഉണ്ടായിരുന്നതിൽ നശിച്ചു പോയി മുടി. ഇപ്പൊ തന്നെ അതൊന്നും ചെയ്യാതെ തന്നെ മുടി പോകാൻ വേണ്ട. ഞാൻ ഒരു 10 മിനിറ്റിൽ ചെയ്യേണ്ട കാര്യം വലിച്ചു ഞെട്ടി എത്രയോ ആക്കിയിട്ടുണ്ട്. ഇനി എഡിറ്റ് ചെയ്താലാണ് എൻ്റെ ലെങ്ത് അറിയുള്ളൂ എനിക്ക്. ബട്ട് കാണാൻ ഇറ്റ്സ് ലൈക്ക് എ പെപ്പ് ടോക്ക്. സ്റ്റാൻഡ് ഇതാണ് കേട്ടോ. ഈ സ്റ്റാൻഡിന് ഞാൻ ഇതിന് മുന്നേ നല്ല റിവ്യൂ ഇട്ടിരുന്നു. ഈ മീഷോന്ന് വാങ്ങിയത്. ഈ സ്റ്റാൻഡ് നമുക്ക് ഇങ്ങനെ ചിരിച്ചിട്ട് പോർട്രേറ്റ് അങ്ങനെ വെക്കാൻ പറ്റില്ല, സ്റ്റിലാകെ ഇങ്ങനെ വെക്കാൻ പറ്റും, ഷോർട്സ് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ എൻ്റെ ആമസോണിന്റെ പെട്ടിയുടെ മുകളിൽ താഴത്താണ് വെച്ചിട്ടുള്ളത്. പേര് സമയം എൻ്റെ ഫോൺ തകർന്ന് തരിപ്പണമാവാം, അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ തന്നെ ഇരിക്കും. എനിവേസ് ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ അല്ലേ ഞാൻ ചെയ്തത്. അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാനില്ല. കൂടുതൽ വീഡിയോസ് ആയിട്ട് ഞാൻ വരും. കാണുന്നവർ സപ്പോർട്ട് ചെയ്യാം. ഞാൻ കുറേ പ്രാവശ്യം പറയുന്നുണ്ട്, പ്ലീസ് സപ്പോർട്ട് ചെയ്യണം. എനിക്ക് വളരണം കുറച്ചെങ്കിലും. എനിക്ക് എൻ്റെ അമ്മയ്ക്ക് അച്ഛനും പ്രാരബ്ധമായിട്ട് മാറാൻ പാടില്ല. നല്ല ആഗ്രഹമുള്ളൊരു ആളാണ്. ഇപ്പോൾ സ്വന്തമായിട്ട് അഞ്ച് തരാൻ നടക്കുള്ളൂ. ഇവര് വേസ്റ്റായി വരില്ലേ, നമ്മൾ അവരെ നോക്കാനുള്ള പ്രായമായി. ബട്ട് ഞാൻ കണ്ടില്ലേ ഇവിടെ ഇരുന്നിട്ട് ക്യാമറയിൽ ഇരുന്ന് വർത്താനം പറയുന്നു. ഹൗ മച്ച് ബാഡ് ഇസ് ദാറ്റ്. എൻ്റെ ഒരു ഫ്രണ്ട്സൊക്കെ ജോലിക്ക് കയറാൻ തുടങ്ങി. എൻ്റെ ഒരു കസിൻ ഉണ്ട്, ഇന്ന് രാവിലെ പറയാനായിട്ടും ഡോക്ടറായിട്ട് റെയിൽവേയിൽ കയറിയെന്ന്. എനിക്ക് ഇൻസെക്യൂർ ആയിട്ടോ. അവരെന്നെ ഇതുവരെ ഒന്നിനും പ്രഷറൊന്നും ചെയ്തിട്ടില്ല. ദേ ആർ വെരി ഗുഡ് പാരൻസ് ഇൻ ദാറ്റ് വേ. അല്ല എല്ലാ വേയിലും സത്യസന്ധമായിട്ടും എന്നെ ഫോഴ്സ് ചെയ്യാത്ത പാരൻസാണ്. ഐ തിങ്ക് ഐ ആം ലക്കി ഇൻ ദാറ്റ്. ചിലവരൊക്കെ ഫ്രണ്ട്സൊക്കെ ചിലപ്പോൾ പ്രഷർ അടിച്ചിട്ട് പറയും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ വിചാരിക്കും എത്ര ലക്കിയാണ്. സോ ഐ എം ഗ്ലാഡ്. എന്നാ വാങ്ങോ, അല്ലെങ്കിൽ എൻ്റെ ഫോണിപ്പോൾ സ്വിച്ച് ഓഫ് ആക്കും. എനിക്കപ്പോൾ ഒരു എൻഡിങ് എടുക്കാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം, നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും
നമ്മൾ നല്ല ലുക്ക് ഉണ്ട്, നമ്മൾ ചിലപ്പോൾ നമ്മളെ കാണുന്നത് ചിലപ്പോൾ ഭംഗിയില്ലാതെയായിരിക്കും, പക്ഷെ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ചിലപ്പോൾ നമ്മൾ നല്ല ഭംഗിയായിട്ട് തോന്നും. മനസ്സിലായ? അതത്രേ ഉള്ളൂ. നമ്മളെല്ലാവരും നല്ല ലുക്കാണ് കാണാൻ. നമ്മൾ ഒരിക്കലും നമ്മൾ ലുക്കില്ലാന്ന് വിചാരിക്കും. ഞാൻ പറയട്ടെ, ഞാൻ കുറച്ച് തടിച്ചുള്ള ശരീരപ്രകൃതികളാണ്. എൻ്റെ ഇവിടെ വിരിവ് വേണ്ട, ഈ നല്ല എൻ്റെ കയ്യിൽ നിന്ന് നല്ല നല്ല സ്കിന്നുള്ള ഒരാളാണ്. ഓക്കെ, ഐ മീൻ തിക്ക് ഗേൾ. ബട്ട് ഞാൻ ഇതുവരെ എന്നെ തടിച്ചിനോ അല്ലെങ്കിൽ അങ്ങനെ തടിച്ചിട്ട് വൃത്തികേട്, ചിലപ്പോൾ ഞാൻ നല്ല തടി ഉണ്ടാവും, ബാക്കിയുള്ള ആളുകൾ എന്നെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നോട് കല്യാണത്തിൻ്റെ ഇടയിലേക്കൊക്കെ വന്നിട്ട് ഒരു മാമൻ എന്നോട് ഇത് മെലിഞ്ഞിട്ടാണ് ഇപ്പോൾ ട്രെൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് മാമന്മാരുണ്ട്. അവരെന്തിനും ഇന്ന് നോക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ആൻറ്റിയാണ് ഞാൻ സഹിക്കും, അയാൾ എന്തിനാ അതൊക്കെ ശ്രദ്ധിക്കാൻ നിൽക്കുന്നത്? ആളുടെ മകൾ മെലിഞ്ഞിട്ടാണെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ? എൻ്റെ അമ്മയും അച്ഛനും എനിക്ക് ഫുഡ് വാങ്ങിത്തരാനും എന്നെ നല്ല സ്നേഹിച്ച് വളർത്താനും കഴിവുള്ളതുകൊണ്ടാണ് ഞാൻ തടിക്കുന്നത്. അവരുടെ പൈസ കൊണ്ടല്ല നമ്മൾ തടിക്കുന്നത്. ഓക്കെ, എനിക്ക് സ്കിന്നി ഗേൾസിൻ്റെ കാര്യം പറയാൻ പറ്റില്ല, കാരണം അവരുടെ ഒരു എൻ്റെ അതേപോലെ വിഷമൊക്കെ വയ്ക്കും. അപ്പോൾ ഒരു വിഷമം ഉണ്ടാവും. എനിക്കൊക്കെ തുടക്കത്തിൽ വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് തടിയാണ്, തടിച്ച നിന്നാൽ എന്താ, നല്ല സ്വഭാവമായാൽ മതി. എൻ്റെ നല്ല അത്ര ഫുള്ളി നല്ല സ്വഭാവം ഒന്നുമല്ല കേട്ടോ, എനിക്ക് എൻ്റെതായ ഫ്ലോസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ അവരെന്ത് കൺസേൺ ആണ്, ഒരു കാര്യമില്ല. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അവൾ നല്ല മെലിഞ്ഞിട്ടാ, മീൻസ് കുട്ടികളുടെ പോലത്തെ ശരീരപ്രകൃതിയാ. അപ്പോൾ ഞാൻ വിചാരിക്കും, അങ്ങനത്തെ ഒരു ബോഡി ഷേപ്പ് ആണെങ്കിൽ എനിക്ക് സ്ട്രാപ്ലെസ് ഇടാം, പിന്നെന്താ ട്രൗസർ ഇടാം, അങ്ങനത്തെ ഡ്രസ്സ് ഇടാം. പക്ഷെ എനിക്ക് ഞാൻ കുറച്ച് ചബ്ബിയാവുമ്പോൾ എനിക്ക് ഇടാൻ മെയിൻ ഇൻസെക്യൂരിറ്റിയാണ്. പക്ഷെ അവരെന്ത് വിചാരിക്കും, അവരൊന്നും തടിച്ചിരുന്നുവെങ്കിൽ അങ്ങനെ വിചാരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഉള്ളത് വെച്ചിട്ട് സന്തോഷമായിട്ടിരിക്കുക. ജിമ്മിൽ പോയി തടിക്കണവർ മെലിയുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ജിമ്മിൽ പോയിരുന്നു, പിന്നെ എനിക്ക് കൂട്ടിയെ കൂടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ പരിപാടി നിർത്തി. എനിക്ക് അധ്വാനിക്കാൻ വയ്യ ഇൻ എവരി വേ. എനിക്ക് അധ്വാനിക്കാൻ വയ്ക്കുമെങ്കിൽ ഞാനിങ്ങനെ അൺഎംപ്ലോയിഡ് ആയിട്ട് ഇരിക്കില്ലല്ലോ. അങ്ങനെ പറയാനായിട്ടില്ല, മേ ബി കുറച്ച് കാര്യം കഴിഞ്ഞാൽ ഞാൻ എംപ്ലോയിഡ് ആയിരിക്കും. ബട്ട് സ്റ്റിൽ എനിക്ക് 22 വയസ്സായിട്ടുള്ളൂ. സോ ഐ തിങ്ക് ഒരു 26 വയസ്സാകുമ്പോഴേക്കും ഞാൻ പച്ച പിടിക്കും എന്തിലും. എനിക്ക് ഈ കാര്യം ചെയ്യാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്യണം. അപ്പോൾ മേ ബി കുറച്ച് കഴിഞ്ഞ് എനിക്ക് ബുദ്ധി ഉദിച്ചത് ചിലപ്പോൾ നല്ല ജോലി കിട്ടുമായിരിക്കും. നമുക്കൊക്കെ ഒരു സമയമുണ്ട്. ഇപ്പം ഞാൻ 6 മാസം വീട്ടിലിരുന്നു. ഞാൻ SSCയുടെ കോച്ചിങ്ങിന് പോയിരുന്നു. പക്ഷെ അവിടെയുള്ള ആൾക്കാരുടെ ബുദ്ധി വെച്ചിട്ട് എൻ്റെ ബുദ്ധി കമ്പയർ ചെയ്തപ്പോൾ ഇവിടെ ഞാനിരുന്നു. അപ്പോൾ എനിക്കറിയാം അതിലെനിക്ക് കഴിവില്ല എന്ന് മനസ്സിലായി. അപ്പം ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു ആ കാര്യം. അപ്പോൾ എൻ്റെ ഫാമിലിയുള്ളവർ അക്സെപ്റ്റ് ചെയ്തു. അതിലേക്ക് വല്ലാണ്ട് ഫോക്കസ് കൊടുക്കണ്ടാണ്. ചിലപ്പോൾ ഭാവിയിൽ ഇനി കുറേ ബുദ്ധിയൊക്കെ വെക്കുകയാണെങ്കിൽ ഞാൻ എഴുതിയെടുക്കും, ടു ബി ഓണസ്റ്റ്. ബട്ട് അവർ അക്സെപ്റ്റ് ചെയ്തു. അപ്പം അവർ പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇതാണ് ഇഷ്ടം, എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ള ആളാണ് ഞാൻ, എൻസൈറ്റി ഒക്കെ ഉള്ള ആളാണ്. ഞാൻ ഇങ്ങനെ വിറയ്ക്കും. സെമിനാർ എടുക്കുമ്പോൾ ഞാൻ തല കറങ്ങി പോകും. ഞാൻ ആംബുലൻസ് വിളിക്കണമെന്ന് വരെ എൻ്റെ ടീച്ചറിനോട് ചോദിച്ചിട്ടുണ്ട്. മീൻസ് അത്രയ്ക്കും വേറെയൊക്കെ വരുന്ന ടൈപ്പാണ്. ഇപ്പോൾ ഞാൻ ക്യാമറ ആകുമ്പോൾ പിന്നെ ആരും കാണില്ലല്ലോ, അവരുടെ മുഖം നമ്മൾ കാണില്ലല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇരുന്ന് കാണാം, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഷോർട്സൊക്കെ ഒന്ന് പോയി കാണുക. ഞാൻ ചിലർക്ക് ഫിൽറ്റർ ഇട്ട് കോളാക്കിയിട്ടുണ്ട്. എന്നാലും ഞാൻ എൻ്റെ പഴയ ഷോർട്സൊക്കെ കുഴപ്പമില്ലാത്ത വ്യൂസുള്ള ഷോർട്സ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ കഴുത്തും തലയും തിരിച്ചറിയാനില്ല ഫിൽറ്റർ ഇട്ടിട്ട്. ഞാൻ ആ ടൈമിൽ എന്ത് കണ്ടിട്ടാണ് ഭഗവാൻ അങ്ങനെ ഫിൽറ്റർ. എൻ്റെ കിച്ചണിലൊരു യെല്ലോ ലൈറ്റ് ഉണ്ട്. അപ്പോൾ കിച്ചണിൽ വരുന്ന വീഡിയോസിലാണ് ഈ ക്ലാരിറ്റി പ്രോബ്ലം. ഇത് ഞാൻ സൺലൈറ്റ് വെച്ചെടുക്കണം, കാരണം എനിക്ക് റിംഗ് ലൈറ്റ് ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, പറഞ്ഞ ആ ഡയലോഗ് ഓർക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ എനിക്ക് വളരാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഈ ജൂണിൽ പറഞ്ഞ പോലെ എനിക്ക് വേറെ പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. കഴിവുണ്ടോ? എൻ്റെ കഴിവ് പുറത്തെടുക്കാൻ വേണ്ടി അച്ഛനമ്മയും കുറേ എൻ്റെ ഇതിൽ തന്നെ കേട്ടിട്ട് എന്നെ പാട്ടിനും ഡാൻസിനും വരയ്ക്കാൻ കുറച്ച് കഴിവുണ്ടായിരുന്നു. അത് ഞാൻ പകുതി വെച്ച് നിർത്തി. ഒരു കാര്യം ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയാൽ മാത്രമേ ഞാൻ ഉണ്ടല്ലോ ഒരു മോട്ടിവേഷൻ വരും എനിക്ക്. അപ്പോൾ അങ്ങനത്തെ സ്വഭാവം എനിക്ക്. അപ്പോൾ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്താൽ മാത്രമാണ് എനിക്ക് വളരാൻ പറ്റുമോ? എന്താണ് 15 മിനിറ്റ് 10 മിനിറ്റ് 5 മിനിറ്റിൽ കഴിഞ്ഞ വീഡിയോ ഞാൻ വലിച്ച് എവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആരെങ്കിലും കാണണം കൈസ്, ഇത് കാണണം പ്ലീസ്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും, ഇനിയും ഇങ്ങനെ വെറുപ്പിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ഇന്നില്ലാത്ത തിരക്കാണെന്ന് അല്ലെങ്കിൽ ഇവിടെ ഒരു മനുഷ്യൻ വർത്താനം പറയില്ല, ഒരു പണിയില്ല. ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്തു. സൗണ്ട് അങ്ങനെ എന്നെ പോലെയൊക്കെ സൗണ്ട്